ഓക്കെ. എന്താണ് നമ്മളെ വകയിൽ ഈ മൂന്നാമത്തെ എക്സ്പെരിമെൻറ്റ്. ഞാൻ ഇതുവരെ നോൺ യൂണിഫോം ബെൻഡിങ് ഓഫ് യങ് സ്മോളേഴ്സ്, പിന്നെ ടോർഷൻ പെൻഡുലും, പിന്നെ ഈ ടോർഷൻ തന്നെ വേറൊരു കലാപരിപാടി, സ്റ്റാറ്റിക് ടോർഷൻ റിജിഡിറ്റി മോഡുലസ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞാലും റിജിഡിറ്റി മോഡുലസിനെ കണ്ടുപിടിച്ചത്, ഇതിലും റിജിഡിറ്റി മോഡുലസിനെ കണ്ടുപിടിക്കുന്നത്, പക്ഷേ വേറൊരു വെറൈറ്റിയിലെ മെത്തേഡ് ഉപയോഗിച്ചിട്ട്. അപ്പോൾ എന്താണ് ഇത് എയിമിൽ അത് തന്നെയാണ് പറയുന്നത്, ടു ഡിറ്റർമൈൻ ദ റിജിഡിറ്റി മോഡൽസ് ഓഫ് മെറ്റീരിയൽ ഇൻ ദ ഫോം ഓഫ് എ റോഡ്. അപ്പോൾ റോഡിൻ്റെ എന്ത് കണ്ടുപിടിക്കണം? റിജിഡിറ്റി മോഡൽസ്. അപ്പോൾ നമുക്ക് പവർ ഇൻറ്റു 10⁻10 ആ ഫോർമുലയിലായിരിക്കും എന്തായാലും ആൻസർ കിട്ടുക. കാരണം മോഡലസ് പോലത്തെ സാധനങ്ങളെല്ലാം 10⁻10 പവറിലാണ് പൊതുവെ കിട്ടുന്നത്, അത്രയും Nm/m². അപ്പോൾ എന്താണ് ഞാൻ യൂട്യൂബിൽ ഇതാ ഇവിടെ ഞാൻ മറ്റേ ഫിഗർ എടുത്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഏതായാലും ഇതാണ് എൻ്റെ ഫിഗർ സെറ്റപ്പ് വരുന്നത്. ഇവിടെ എന്തുണ്ട്? ഈ പറഞ്ഞ നമ്മളെ എന്താണ് ഒരു ടെലിസ്കോപ്പ് ഉണ്ടാവും ഇവിടെ. അതേപോലെ ഈ ടെലിസ്കോപ്പിൻ്റെ തൊട്ട് മുന്നിലായിട്ട് ഇവിടെ എന്തുണ്ടാവും? എന്താണ് ഫിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു സ്കെയിൽ. അതായത് എന്താണ് ഈ പറഞ്ഞ 1 to 100 ഒന്നും ഉണ്ടാവില്ല, പക്ഷേ 5, 10, 20, 30, 40 എന്താണ്, അതായത് നടുക്കൊരു 0 ഉണ്ടാവും, 0ൻ്റെ മുകളിലേക്കും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, 0ന് താഴേക്കും ഇൻക്രീസ് ആവുന്ന രീതിയിൽ. അപ്പോൾ എന്തുണ്ടാവും? അങ്ങനെ ഒരു റീഡിങ്ങില്ല ഒരു സ്കെയില് ഇതിൻ്റെ തൊട്ട് മുന്നിലായിട്ട്, ഈ പറയുന്ന നമ്മളെ ഈ മൈക്രോസ്കോപ്പിൻ്റെ തൊട്ട് മുന്നിലായിട്ട് നമ്മൾ നോക്കുന്നതിൻ്റെ മുന്നിലായിട്ട് അവിടെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതേപോലെ ഇതാണ് ബേസിക്കലി നമ്മളെ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത്. ഈ സാധനത്തിൻ്റെ പേരെന്താണ്? സിയർലെസ് അപ്പാരറ്റസ് എന്നായിട്ടൊന്നും ഇതിൻ്റെ പേര്. അപ്പോൾ എന്താ ഈ പറഞ്ഞ നമ്മളെന്താണ് ഓക്കെ. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞ പോലെ ഈ പറഞ്ഞ എന്തുണ്ടാവും? ഈ ഒരു മെറ്റീരിയൽ സിയർലെസ് അപ്പാരറ്റസിൽ എന്തുണ്ടാവും? നമുക്കിവിടെ ആവശ്യമില്ല. ആക്ച്വലി എന്താണ് ഇവിടെ റിഫ്ലക്ഷനാണ് ആവശ്യം. അപ്പോൾ റിഫ്ലക്ഷന് വേണ്ടിയിട്ട് നമുക്കിവിടെ ഒരു മിറർ ആവശ്യമുണ്ട്. ഇവിടെ ഈ ഒരു റോഡിൻ്റെ മുകളിൽ നമ്മളൊരു മിററിനെ ഫിക്സ് ആക്കി വെക്കുന്നുണ്ട്. അതാണ് നിങ്ങൾ ഈ കാണുന്ന ഈ റെക്റ്റാങ്കിൾ ഷേപ്പിലെ മിറർ. അപ്പോൾ ഈ എന്താണ് നമ്മൾ ടേബിളിലേക്ക് നമ്മളെത്തി. ഈ ലെങ്ത് ഓഫ് ദ റോഡ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താ, ഇവിടെ ഒരു ക്ലാമ്പ് ഉണ്ടാവും. ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് ഉണ്ടാവും. ആ സ്റ്റാർട്ടിങ് പോയിന്റിൽ മറ്റേ മീറ്റർ സ്കെയിൽ വെച്ചിട്ട് നമ്മൾ കാണുന്നത് ഇതാ ഈ പോയിന്റിൽ വെച്ചിട്ട് ഇവിടുത്തെ വരെ എത്രയാണോ നമ്മൾ ഇവിടുത്തെ വരെ, അതായത് ഈ മിറർ വരെയുള്ള ഡിസ്റ്റൻസ്, ഈ മിറർ ഏരിയ ഫിക്സ് ചെയ്യുന്ന അവിടുത്തെ വരെയുള്ള ഡിസ്റ്റൻസ്, അതാണ് ലെങ്ത് ഓഫ് ദ റോഡ് എന്ന് പറയുന്നത്. അത് വേണ്ടിക്കൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്കിപ്പോൾ 30 സെൻറ്റിമീറ്റർ വേണ്ടിക്കൽ ഇവിടുന്ന് ഒടുങ്ങിയിട്ട് ഇത് എവിടെയാണ് 30 എത്തുന്നത് അവിടെ കൊണ്ടുപോയിട്ട് മിററിനെ ഫിക്സ് ആക്കുക. ഈ സാധനത്തിന് നമുക്ക് ഇങ്ങോട്ട് വേണ്ടിക്ക് നീക്കുക, അങ്ങോട്ട് വേണ്ടിക്ക് നീക്കുക. അത് നമ്മളെ ലെങ്ത് എടുക്കുന്നതിനാണ് കയറ്റം. നമ്മൾ 30 എടുത്തിട്ടുണ്ട്, 35 സെൻറ്റിമീറ്ററിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് 30 എങ്കിൽ കുറച്ചും കൂടി ഇങ്ങോട്ടേക്ക് നീക്കി കഴിഞ്ഞാൽ 35 ആവും. അത്രയേ ഉള്ളൂ. അതേപോലെ ഈ ഡിസ്റ്റൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിപ്പോൾ ഇവിടെ ഫിക്സ് ആയി കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്ത് ചെയ്യും? ഈ പറഞ്ഞ നമ്മളെ മൈക്രോസ്കോപ്പിലൂടെ നോക്കുന്ന സമയത്ത് എന്താണ് ഇതിനെ എന്ത് ചെയ്യും? എൻ്റെ പേര് അഡ്ജസ്റ്റ് ആക്കാൻ വേണ്ടി ശ്രമിക്കുക. അഡ്ജസ്റ്റ് മീൻസ് നമ്മൾ ഈ മിററിനെ കൃത്യമായിട്ട് കാണുന്ന രീതിയിൽ. അതായത് ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? ബേസിക്കലി നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ ഇതിപ്പോൾ എന്താണ് ഈ നമ്മളെ ഔട്ട് സൈഡ് ഏരിയയാണ്. ഈ ഔട്ട് സൈഡ് ഏരിയയിൽ നിന്ന് ലൈറ്റ് ഇവിടെ തട്ടുക, ഇവിടെ മിററിൽ തട്ടിയിട്ട് മിററിൽ ഇവിടെ തട്ടുന്ന സമയത്ത് ഇതെന്ത് ചെയ്യും? തിരിച്ച് ഇങ്ങോട്ടേക്ക് റിഫ്ലക്റ്റ് ആക്കി. അതായത് ലൈറ്റ് ഇങ്ങനെ വന്ന്, അപ്പോൾ എന്താ എനിക്കൊന്ന് അതാണ് കാണിക്കുന്നത്. അതായത് അവിടുന്ന് ഈ ലൈറ്റ് ഇങ്ങനെ വന്നിട്ട് ഈ ബാക്കോട്ടേക്ക് റിഫ്ലക്റ്റ് ആയി. ഈ റിഫ്ലക്റ്റ് ആവുന്നത് അപ്പോൾ എന്താ, നമ്മൾ ഈ പറഞ്ഞ ഏതിലേക്കായിരിക്കും? നമ്മളെ ഇവിടെ അതിൻ്റെ മുന്നിലായിട്ട് എന്ത് വെച്ചിട്ടുണ്ട്? ഒരു മീറ്റർ സ്കെയിൽ വെച്ചിട്ടുണ്ട്. മീറ്റർ സ്കെയിൽ എന്നല്ല പറയേണ്ടത്, അതിന് ആക്ച്വലി വേറെന്തോ ഒരു തരം സ്കെയിലാണ്. അതായത് നമുക്ക് റീഡിങ്സ് എല്ലാം കാണാൻ പറ്റുന്ന ഒരു 5, 10 അത്ര ഇതെല്ലാം ഇപ്പോൾ സെൻറ്റിമീറ്ററിലെല്ലാം കൊടുത്തില്ല. അപ്പോൾ ആ സെൻറ്റിമീറ്ററിൽ ഒരു സ്കെയിലൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സ്കെയിലിൻ്റെ റീഡിങ്സ് കാണാൻ പറ്റുന്ന രീതിയിൽ എന്തുണ്ടാവും? അതിങ്ങനെ റിഫ്ലക്ഷൻ ബാഗടിക്കും. അപ്പോൾ നമ്മൾ ഈ മിററിലൂടെ നോക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു യങ് സ്മോളേഴ്സെല്ലാം ചെയ്ത പോലെ തന്നെ ഒരു റൗണ്ട് ഉണ്ടാവും. പിന്നെ എന്താ ഒരു ക്രോസ് വയർ നമ്മളിങ്ങനെ നോക്കുന്ന റൗണ്ട് ഉള്ളിൽ മറ്റേ 2 കുരിശ് വരച്ച പോലെ. അപ്പോൾ എന്താ 2 കുരിശല്ല, ഒരു കുരിശ്, ഒരു പ്ലസ് ചിഹ്നം വരച്ച പോലെ ഉണ്ടാവും. അതിനാണ് ക്രോസ് വയർ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് വേറെണെങ്കിൽ വരയ്ക്കുക, ഇതിങ്ങനെ വരച്ച് ഈ ക്രോസ് വയർ. അപ്പോൾ എന്തുണ്ടാവും? നമ്മളെ ക്രോസ് വയറിൻ്റെ ഇത് എന്താണ് ഈ പറയുന്ന വെർട്ടിക്കൽ, ഈ സാധനം വെർട്ടിക്കൽ അല്ല, ഓക്കെ, ഇത് ഹൊറിസോണ്ടൽ. ഈ ഹൊറിസോണ്ടൽ അപ്പോൾ എന്താണ് ഇത്? അതായത് ഞാനിപ്പോൾ പറഞ്ഞാൽ ഇതിപ്പോൾ ഒരു 5, 10, ഒരു 15, 20 ഇങ്ങനെ ആയിട്ടായിരിക്കും സ്കെയിൽ ഉണ്ടാവുക. അപ്പോൾ ഇത് ഒരു കുഞ്ഞ് 1, 2, 3, 4 ഇതിൻ്റെ ഇടയിലെല്ലാം ഇതുണ്ടാവും. എന്താണ് ഇതിപ്പോൾ 11. അപ്പോൾ എന്താ 11 കഴിഞ്ഞിട്ട് എന്താണ് അതിൻ്റെ ഇടയിലൊക്കെ ഓരോ ഡിവിഷൻസ് ഉണ്ട്. 11.1, 11.2 നമ്മളിവിടെ കണ്ടില്ല, 12.8, 14.1 എല്ലാം. അപ്പോൾ എന്തുണ്ടാവും? 12, 13, 14, അതിനുശേഷം ഇവിടെ 15. അപ്പോൾ ഇങ്ങനെ എന്തുണ്ടാവും? ഒരു മീറ്റർ ഉള്ളിലൊരു സ്കെയിൽ ഉണ്ടാവും. നമ്മളിപ്പോൾ നോക്കുന്ന സമയത്ത് ഈ ഒരു ഹൊറിസോണ്ടൽ അപ്പോൾ എന്താ ഉണ്ടാവും?
ഇത് എന്താണ് ഈ കറക്റ്റായിട്ട് ഇതിൽ കോയിൻസൈഡ് ചെയ്യുന്ന പോലെ ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഇതിപ്പോൾ നോക്കുന്നവരെന്താ ഇതിപ്പോൾ 11ലാണ് കോയിൻസൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ എഴുതുക റീഡിങ്. അപ്പോൾ എന്തായിരിക്കും ഇവിടെ ഞാനത് എഴുതിയിട്ടില്ല, പക്ഷെ എന്താ അങ്ങനെയാണ് കോയിൻസൈഡ് ചെയ്യുന്നതെങ്കിൽ 11 ആയിരിക്കും റീഡിങ്. ഞാൻ ബാക്കി പറയാൻ എന്താണെന്നില്ല. അതായത് ഈ ഫിഗർ വേണ്ടിക്കൊന്ന് മാറ്റി പിടിച്ച് കഴിഞ്ഞാൽ പോയാ. അപ്പോൾ ഈ ഫിഗറിൽ എന്തുണ്ട്, ഇവിടെ ഈ പറഞ്ഞ ഒരു വീലുണ്ട്, നമ്മളെ ഒരു വീലുണ്ട്. അപ്പോൾ ഈ വീലിൻ്റെത് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വീലിൽ എന്തുണ്ട്, ഈ പറഞ്ഞ ഉള്ളിലൂടെ പോകുന്ന ഒരു എന്തുണ്ട്, ഒരു നൂലുണ്ട്. നൂലിൽ എന്തുണ്ട്, നമുക്ക് ഹാങ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹാങ്ങർ ഉണ്ട്. അപ്പോൾ എന്താ ഇതിന് എന്തുണ്ട് തരത്തിൽ റീഡിങ്സ് ഉണ്ട്. ഒന്ന് ക്ലോക്ക് വൈസ് റീഡിങ്, മറ്റൊന്ന് ആൻറ്റി ക്ലോക്ക് വൈസ്. ഈ ക്ലോക്ക് വൈസ് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും, അതായത് ഇപ്പോൾ ഇത് ഒരു സർക്കിൾ ആണെങ്കിൽ ഈ സർക്കിളിൻ്റെ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടേക്കായിരിക്കും. നമ്മളിതിപ്പോൾ എന്താണ് ഇതിപ്പോൾ 12, 3, 6, 9 ഇപ്പോൾ എന്താണ് ഇതാണ് ഒരു സർക്കിളെങ്കിൽ ഇങ്ങോട്ടേക്കില്ല, ഇത് ഒരു വീലായിട്ട് കൺസിഡർ ചെയ്യുക, സർക്കിളായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഇങ്ങോട്ടേക്കില്ലതായിരിക്കും ക്ലോക്ക് വൈസ്, ബാക്കോട്ടേക്കില്ല ഇതാണ് ആൻറ്റി ക്ലോക്ക് വൈസ്. അപ്പോൾ എന്താ നമ്മൾ ഇതിലിങ്ങനെ ഓരോ വെയിറ്റ് ഇട്ടിട്ട് ഇങ്ങനെ പോകുന്നുണ്ടാവും. അപ്പോൾ അതിൽ ക്ലോക്ക് വൈസ് എടുക്കുന്ന സമയത്ത് ഈ പറയുന്ന ഹാങ്ങറിനെ നേരെ ഇപ്പുറത്തൂട്ട് വെച്ചിട്ട് എന്ത് ചെയ്യുക, ഇങ്ങോട്ടേക്ക് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വരുന്ന രീതിയിൽ നമ്മൾ വെയിറ്റ് ഒന്നിട്ട് പിന്നെ അടുത്തിട്ട് എന്തുണ്ട് ഒരു കട്ടയുണ്ടല്ലോ നമ്മൾ 50 ഗ്രാമിൻ്റെ 100 ഗ്രാമിൻ്റെ കട്ട താഴെ ഇട്ടിട്ട് പോകലാണ് അതായത് അത് എടുത്ത ശേഷം ആ റീഡിങ്സ് എടുത്ത ശേഷം ഇതേ ലെങ്ത് തന്നെ ഒരു ലെങ്ത്തിൽ ക്ലോക്ക് വൈസ് റീഡിങ്സ് ആദ്യം എടുക്കുക. അതാണ് ഇവിടെ ഫസ്റ്റ് ക്ലോക്ക് വൈസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിതെടുത്ത് എന്താണ് ഈ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ എനിക്കൊന്ന് എത്ര ലോഡുണ്ട്, 7 വരെ ലോഡുണ്ട്. അപ്പോൾ 7 റീഡിങ്സ് എടുത്ത ശേഷം എന്ത് ചെയ്യുക, ഓരോന്ന് മാറ്റിയിട്ട് എന്നിട്ട് എന്ത് ചെയ്യുക, ഈ നൂലിനെ നേരെ ഇപ്പുറത്തിട്ടിട്ട് അതായത് ഇങ്ങോട്ടേക്കില്ല ആ ഹാങ്ങറിനെ നേരെ ഇപ്പുറത്തെ ഡയറക്ഷനിലിട്ടിട്ട് ആൻറ്റി ക്ലോക്ക് വൈസിലിട്ടിട്ട് അതേ ലെങ്ത് തന്നെ എന്ത് ചെയ്യുക, അതായത് ഈ ലെങ്ത് സെയിം ആക്കി വെച്ചുകൊണ്ട് എന്ത് ചെയ്യുക, അതിനെ മാറ്റമൊന്നും വരുത്തരുത്. ആൻറ്റി ക്ലോക്ക് വൈസിൽ ഇതേപോലെ ഒരു കട്ടയിട്ട് അതിൻ്റെ മെഷർ ചെയ്ത് അടുത്തിട്ട് അങ്ങനെ മെഷർ ചെയ്ത് പോവാം. ഇത് തുടക്കത്തിൽ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ആദ്യം തന്നെ എന്തായാലും നമ്മൾ ക്ലോക്ക് വൈസിൽ എടുക്കണം. പക്ഷേ ഇത് ക്ലോക്ക് വൈസിൽ എടുക്കുന്ന ഇത് എലാസ്റ്റിക് മോൾഡ് വരണ്ടിയിട്ട് അപ്പോൾ സ്ഥിരം പറയുന്ന പരിപാടിയാണ്. വെറുതെ എന്ത് ചെയ്യുക, മെഷറൊന്നും ചെയ്യേണ്ട, പക്ഷേ വെറുതെ എന്ത് ചെയ്യുക, ഓരോ ലോഡ് ഒരു 7 ലോഡ് വരെ വെറുതെ ഇടുക, എന്നിട്ട് ആ ഒരു ലോഡ് കഴിക്കുക. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ എലാസ്റ്റിക് മോഡിലേക്ക് അത് ഒന്ന് റെഡിയായി കിട്ടേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ വെറുതെ ലോഡ് ഇടുന്നത്. ആദ്യം തന്നെ വെറുതെ ലോഡ് അങ്ങ് ഇട്ട് വെക്കുക, അല്ലെങ്കിൽ റീഡിങ് എടുക്കുമ്പോൾ കുറച്ച് കടങ്ങാറ് പറ്റാൻ ചാൻസ് ഉണ്ട്. ഇതെല്ലാം ഓരോ കുഞ്ഞു ലോജിക്കാണ്. അത് നമുക്ക് എന്താണ് ആ ഫിസിക്സ് ലാബിൽ നിന്നേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ലത്. അപ്പോൾ എന്ത് ചെയ്യാം, ഇനി ലോഡിൻ വെയിറ്റ് ഹാങ്ങർ എന്ന് പറയുമ്പോൾ W0 + M. അപ്പോൾ ഓൾറെഡി ഒരു W0 ഇങ്ങനൊരു സാധനം കണ്ടിട്ടുണ്ടോ, ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ എന്തുണ്ടോ ഇങ്ങനെ കൊളുത്തിയിടുന്ന സാധനം. ഇത് ഓൾറെഡി ഒരു സാധനമായിരിക്കും. ഇതിൻ്റെ മുകളിൽ നമ്മൾ ഒരു വെയിറ്റ് ഇട്ട് പിന്നെ അടുത്തിട്ട് അങ്ങനെ പോകുന്നില്ല സംഭവം. അപ്പോൾ ലോഡ് എന്തുണ്ട് ഗ്രാമിലാണ് കൊടുത്തില്ല. ഓക്കെ, ഇത് ഗ്രാമില്ല, ആക്ച്വലി ഇത് കിലോഗ്രാമാണ്. അപ്പോൾ എന്താ W0 + M അത്ര. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇനി ഓൺ ലോഡിങ്ങിലെ റീഡിങ്സ് വേണം. യങ്സ് മോൾഡേഴ്സ് മര്യാദയ്ക്ക് ചെയ്ത ആൾക്ക് മനസ്സിലുണ്ട്. ഓൺ ലോഡിങ് ഓഫ് ലോഡിങ് എല്ലാം ഏകദേശം എന്താണെന്ന് സാധനം ഇപ്പോൾ എന്താണ് ഇപ്പോഴത്തേക്കെങ്കിലും തിരിഞ്ഞിട്ടുണ്ടാവും. എൻ്റെ വീഡിയോ എങ്കിലും മര്യാദ കണ്ട ആൾക്കാർക്ക് തിരിഞ്ഞിട്ടുണ്ട് എന്താണ് ഓൺ ലോഡിങ് ഓഫ് ലോഡിങ് എല്ലാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യാം, ഓൺ ലോഡിങ്ങിൻ്റെ കേസ് എടുക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് ആദ്യം നമ്മൾ W0 വെറുതെ ഈ പറയുന്ന വെയിറ്റ് മാത്രം ഇതിലിട്ടിട്ട്, അതായത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഇങ്ങോട്ടേക്ക് മാത്രം ഈ ഒരു വെയിറ്റ് ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്ത് ഈ ടെലിസ്കോപ്പിൽ കൂടെ നോക്കി മിററിൻ്റെ റിഫ്ലക്ഷനാണ് നമുക്ക് കാണേണ്ടത്. മിററിൻ്റെ റിഫ്ലക്ഷൻ ഇൻ ദ സെൻസ് ഈ സ്കെയിലിൽ എത്രയാണോ റീഡിങ് അത് കോയിൻസൈഡ് ചെയ്യുന്നത്, ക്രോസ് വയറിൽ കോയിൻസൈഡ് ചെയ്യുന്നത്, അതാണ് നമുക്ക് ബേസിക്കലി കിട്ടേണ്ടത്. അതാണ് ഈ മിററിൽ എന്ത് കാണിക്കുന്നത്, റീഡിംഗ് ആയിട്ട് കാണിക്കുന്നത്. ആ മിററിൻ്റെ റിഫ്ലക്ഷനാണ് ബേസിക്കലി നമ്മൾ നോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് നോക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്ത് 12നും 13ൻ്റെ ഇടയിൽ എന്താണ് ഇങ്ങനൊരു വര എന്ത് ചെയ്ത് കോയിൻസൈഡ്. ഞാൻ നോക്കുന്ന സമയത്ത് 12നും 13ൻ്റെ അതായത് 13ന് തൊട്ട് മുൻപായില്ലത്. അപ്പോൾ ഞാനത് മനസ്സിലാക്കി. അപ്പോൾ എന്താ 12നും 13ൻ്റെ ഇടയിൽ 1 2 3 4 5 എന്ന് പറഞ്ഞിട്ട്, അതായത് ഇപ്പോൾ ഈ 12.5 എന്ന് പറയുന്നത് കുറച്ചും കൂടി വലിയൊരു വരയായിരിക്കും. പിന്നെ 6 7 8 9 10. അപ്പോൾ എന്താ ഈ 8ൽ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ക്രോസ് വയർ നേരെ ഹൊറിസോണ്ടലായിട്ട് ഇങ്ങനെ കറക്റ്റ് അതിൻ്റെ മുകളിൽ കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് 12.8 ആണ്. ഇത് 12 ആയിരുന്നു. അതായത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അതായത് എന്താ ഇങ്ങനെ 12 13 എന്നൊന്നും പറഞ്ഞ് എഴുതിയിട്ടുണ്ടാവില്ല. ഇവിടെ ഒരു 5 10 എന്ന് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ എന്താ എപ്പോഴും നല്ലതെന്ന് പറയുന്നത്, അതായത് ഇവിടെയും റീഡിംഗ് ഉണ്ടാവും, റൈറ്റിൽ നോക്കിയിട്ട് നമുക്ക് മെഷർ ചെയ്യാം, റൈറ്റിലെ റീഡിങ്സ് നോക്കിയിട്ട് മെഷർ ചെയ്യുക, അല്ലെങ്കിൽ ലെഫ്റ്റിൽ നോക്കിയിട്ട് മെഷർ ചെയ്യുക. ലെഫ്റ്റിൽ നോക്കിയിട്ട് മെഷർ ചെയ്യുമ്പോൾ ചിലപ്പോൾ ചില കൺഫ്യൂഷൻസും കുറച്ച് എററെല്ലാം പറ്റാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും പ്രിഫറബിളി എപ്പോഴും റൈറ്റ് സൈഡിലെ റീഡിങ്സ് മാത്രം, അതായത് ഈ ഒരു ഭാഗത്തെ റീഡിങ്സ്, അതായത് നിങ്ങളുടെ കണ്ണിങ്ങനെ ഉള്ളിൽ നോക്കുന്ന സമയത്ത് ഇങ്ങോട്ടും റീഡിങ്സ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടും റീഡിങ്സ് ആണ്, ഇങ്ങോട്ടേക്കുള്ള റീഡിങ്സ് മാത്രം പരമാവധി എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇതിപ്പോൾ
ഇതിൽ ഇത്രയല്ല കണ്ടെങ്കിൽ ഇനി ഒരു ലോഡും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഈ പറയുന്ന സാധനം കുറച്ചും കൂടി താണു, ആ റിഫ്ലക്ഷൻ കുറച്ചും കൂടി അതിന് കണക്കായിട്ട് ഒരു ഡിപ്പ് സംഭവിക്കും. അപ്പോൾ ഇത് കുറച്ചും കൂടി വാല്യൂ കൂടും. ആ 12.8 എന്നുള്ളത് കുറച്ചും കൂടി കൂടിയിട്ട് അടുത്തൊരു വാല്യൂ വരും. പിന്നെന്താ അടുത്തൊരു വെയിറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഈ ഇവിടെ ക്രോസ് വയർ കുറച്ചും കൂടി ഒന്ന് എന്ത് ചെയ്യും, താണു പോകും. അപ്പോൾ അതിന് കണക്കായിട്ട് വാല്യൂ ഇങ്ങനെ കൂടി വരും. അതാണ് ബേസിക്കലി സംഭവിക്കുന്നത്. അപ്പോൾ 12.8 നിങ്ങൾ ചെയ്യുന്ന പ്രൊസീജിയർ ശരിയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 2 ഡിഫറൻസിൽ എന്ത് ചെയ്യണം, അതായത് ഓരോ ഷിഫ്റ്റ് 2 എന്ന് പറയുന്ന 2 യൂണിറ്റ്സിൻ്റെ ഡിഫറൻസിൽ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കണം. ഇതിപ്പോൾ 12.8 കിട്ടിയെങ്കിൽ നിങ്ങൾ വെറുതെ മനസ്സ് കൂട്ടും, ഇനി അടുത്ത കിട്ടേണ്ട റീഡിങ് ഇതിനോട് ഒരു 2 ആഡ് ചെയ്യുക. അപ്പോൾ എന്താ 14.8 14.1 ഓൾമോസ്റ്റ് 2 ഡിഫറൻസ് ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ എന്താ അല്ലെങ്കിൽ എന്താ നിങ്ങൾ മനസ്സിൽ ജസ്റ്റ് ആലോചിച്ചാൽ മതി. 12 14 ആവുന്നുണ്ടോ, പിന്നെ 16 ആവുന്നുണ്ടോ, 18 ആവുന്നുണ്ടോ, അത് ചെയ്യുന്നില്ല, അതെന്താണ് അത് എവിടെയെങ്കിലും മാറിപ്പോകുന്നുണ്ട്, നിങ്ങൾ ചെയ്യുന്ന എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റുന്നുണ്ടെന്ന് അർത്ഥം. 2 ഡിഫറൻസ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പ്രയാസമാവും. 12.8 പിന്നെ 14 പിന്നെ 16 ഇപ്പോൾ ഏകദേശം റീഡിങ് റെഡി വരുന്നുണ്ട്. 18 പിന്നെ ഇത് കണ്ട 18.2 20.2 22.2 കണ്ട ഈ 2 ഡിഫറൻസിലെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് വെറുതെ റാൻഡം വലിയ റീഡിങ്ങില്ല, ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ട്. 2 ഡിഫറൻസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 24.2 24.8 26.2 7 കട്ടി ഇട്ടിട്ട് പോയി. ഇനി എന്താ 7 റീഡിങ്സ് കിട്ടി, സെൻറ്റിമീറ്ററിൽ കിട്ടി. ഇനി നേരെ ഓഫ് ലോഡിങ്ങിൻ്റെ കേസ്. അപ്പോൾ ഓഫ് ലോഡിങ്ങിൻ്റെ സമയത്ത് ഈ W0+7M ഈ ഇവിടെ എന്താണ് വാല്യൂ അത് തന്നെയായിരിക്കും വീഡിയോ ഉണ്ടാവുക, അതിലൊരു മാറ്റം ഉണ്ടാവില്ല. പിന്നെന്താ ഇനി നമ്മൾ എന്ത് ചെയ്ത് ഈ പറഞ്ഞ ഇവിടെ 7 കട്ടിയും വെച്ചിട്ട് ഇങ്ങനെ നല്ലൊരു ഒരു ഹെവി ആയിട്ട് നിൽക്കുവാണ്. ഒരു കട്ട നമ്മൾ റിമൂവ് ചെയ്ത്. അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, അപ്പോൾ ഒരു ഐഡിയൽ കണ്ടീഷൻ ഇതെല്ലാം പെർഫെക്റ്റ് ആണെന്നാണ്. പക്ഷേ ചെറിയ വേരിയേഷൻ വന്നാലും കുഴപ്പമില്ല. പക്ഷേ ഇവിടെ ഞങ്ങൾ ആലോചിക്കേണ്ടത് ബാക്കോട്ടേക്ക്. അപ്പോൾ ഇതിങ്ങനെ ഇപ്പോൾ വാല്യൂ ഓരോന്ന് ഇതാക്കുന്നതിനാണ് കയറ്റ് ഇവിടെ എത്തിയ സാധനം പിന്നെ കുറച്ച് ഷിഫ്റ്റ് മുകളിലേക്കായി, പിന്നെ കുറച്ചും കൂടി മുകളിലേക്കായി അങ്ങനെ മുകളിലേക്കാണ് പോകുന്നത്. അത് ഓരോ ലോഡ് കുറക്കും തോറും. പക്ഷെ എന്നാൽ പോലും എന്ത് ചെയ്യണം, ഒരു 2 എന്നുള്ള ഡിഫറൻസിലേയും കിട്ടിക്കൊണ്ടിരിക്കും. 26.2 പിന്നെ 24.6 22 20 18 16 14 12 ഈ ഡിജിറ്റ് കുഴപ്പമില്ല. പക്ഷെ ഈ മെയിനായിട്ടുള്ള ഡിജിറ്റ് ഇങ്ങനെ 2 ഡിഫറൻസ് ഇങ്ങനെ പോകുന്നുണ്ട്, നിങ്ങൾ ഉറപ്പ് വരുത്തേണ്ടതാണ്. ഇത് നിങ്ങൾക്കില്ല ടാസ്ക്കാണ്. പിന്നെ ഉറപ്പ് വരുത്തില്ല, എങ്ങനെയെങ്കിലും ഉറപ്പ് വരുത്തിക്കുക. ഉടായ്പ കാണിച്ചിട്ടാണെങ്കിൽ എങ്ങനെയെങ്കിലും ഉറപ്പ് വരുത്തിക്കാൻ ശ്രമിക്കുക. ഞാൻ എൻ്റെ അടുക്ക് വിട്ടുപോയ കാര്യം ഈ ഡിസ്റ്റൻസ് ഈ ഡി പറഞ്ഞില്ല അല്ലേ. അതായത് ഇവിടെ നമ്മളിങ്ങനെ നമ്മൾ യങ് സ്മോൾ സെറ്റ് ചെയ്ത പോലെ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് നമ്മൾ ആദ്യം ഇവിടെ ഇവിടെ സാധനം ആക്ച്വലി കാണുന്നില്ല അല്ലേ. ഓക്കെ, ഒരു ടെലിസ്കോപ്പിൽ കാണുന്നില്ല. ഇവിടെ ഈ ടെലിസ്കോപ്പ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ കൈ കൊണ്ടോ കുറച്ച് അങ്ങോട്ട് നീക്കിയിട്ടല്ലോ അതായത് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഈ ഒരു റിഫ്ലക്ഷൻ, അതായത് ഈ സ്കെയിലിൻ്റെ റിഫ്ലക്ഷൻ ഇതിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് കാണാൻ, അതായത് ബ്ലറൊന്നുമല്ല. ബ്ലറായി കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ആ റീഡിങ്സിലെടുക്കാൻ നല്ല ബുദ്ധിമുട്ടായിപ്പോൾ. അറ്റ്ലീസ്റ്റ് ഇത് മര്യാദ കാണണം. ഈ 5 10 പിന്നെ ഇതിൻ്റെ നടുക്കിൽ ഇങ്ങനെ ഓരോ വര ഇങ്ങനെ എന്താ കാണുന്ന ഭാഗത്തിലായിരിക്കണം നമ്മൾ അഡ്ജസ്റ്റ് ആക്കേണ്ടത്. അപ്പോൾ ഇതിൽ എനിക്ക് ആ വാക്കിങ്ങനെ കിട്ടുന്നില്ല, ഫോക്കസ് ചെയ്യണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ കറക്റ്റ് ഫോക്കസായി കിട്ടുന്ന ഒരു പോയിൻ്റ് ഉണ്ടാവും. പോയിൻ്റ് അല്ല, ഒരു ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാവും. ആ അഡ്ജസ്റ്റ്മെൻറ്റ് അപ്പോൾ ഈ മിററും ഈ ഒരു നമ്മളെ ഈ അപ്പാരറ്റസ് ഇൻസ്ട്രുമെൻറ്റ് അപ്പോൾ ആ പറഞ്ഞ മൈക്രോസ്കോപ്പിൻ്റെ അറ്റം വരെ, അതായത് ഈ മുന്നിലത്തെ അറ്റം വരെ അത് ഡിസ്റ്റൻസ് എന്ത് ചെയ്യുക, നമ്മളെ മീറ്റർ സ്കെയിൽ വെച്ചിട്ട് മെഷർ ചെയ്യുക. ആ ഡിസ്റ്റൻസാണ് ഈ ഡിസ്റ്റൻസ് ഡി എന്ന് പറയുന്ന ഈ സാധനം. നമുക്ക് കിട്ടിയിരിക്കുന്ന 0.902 ആണ്. അപ്രോക്സിമേറ്റ്ലി 0.9 എന്ന് പറഞ്ഞിട്ട് ഞാൻ എടുത്ത് 0.9 ഇത്രയും ഡിസ്റ്റൻസ് ഇവിടുന്ന് എടുത്ത വരെയുള്ള ഡിസ്റ്റൻസാണ്. ഈ മിറർ മുതൽ എടുത്ത വരെയുള്ള ഡിസ്റ്റൻസിന് 0.9 എടുത്ത് ഇവിടെയും നമുക്ക് 0.9 ആയിരിക്കും കിട്ടേണ്ടത്, കിട്ടിയിട്ടുണ്ടാവുക. അത് ഈ LD/Sൻ്റെ കാൽക്കുലേഷനിൽ ഈ ഡി എന്ന് പറയുന്ന സാധനമാണ് ആക്ച്വലി നമ്മൾ ഈ കണ്ടുപിടിച്ചത്. L എന്ന് പറയുന്നത് ഈ പറഞ്ഞ 30 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 0.3 മീറ്റർ. പിന്നെന്താ ബാക്കി നമുക്ക് അടുത്ത കണ്ടുപിടിക്കണം. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ല ക്ലോക്ക് വൈസ് റീഡിങ്സ് എടുത്ത് 12 12 ഇനി എന്ത് ചെയ്യുക, ഇങ്ങനെ എടുത്ത സ്ഥിതിക്ക് ഇനി ഇതിൻ്റെ മീൻ കൂടി കണ്ടുപിടിക്കുക. അതായിരിക്കും S1 എന്ന് പറയുന്നത് 12.8. അപ്പോൾ ഇത് 2 ആഡ് ചെയ്യുക ഡിവൈഡ് ബൈ 2 അങ്ങനെ 7 റീഡിങ്സിനെ കണ്ടുപിടിക്കുക. ഇത് ഇത് പിന്നെ ചെയ്താലും മതി. വേറെ റീഡിങ്സ് എടുക്കാനായിരിക്കും നമ്മൾ ആദ്യം പ്രിഫറൻസ് കൊടുക്കേണ്ടത്. ഇത് പിന്നെയും കാൽക്കുലേറ്റ് ചെയ്യല്ലോ, സമയമുണ്ടല്ലോ. പക്ഷെ ഇത് കാൽക്കുലേഷൻ, അതായത് റീഡിങ്സ് എടുക്കലാണ് ടൈം കൺസ്യൂമിങ്. ക്ലോക്ക് വൈസ് എടുത്ത ശേഷം ഇനി അടുത്ത ആൻറ്റി ക്ലോക്ക് വൈസ്. അതായത് ഇതിപ്പോൾ എനിക്കൊന്ന് ആൻറ്റി ക്ലോക്ക് വൈസിൽ നിൽക്കുന്നതെന്നാണ്. ഇതിങ്ങനെ ക്ലോക്ക് വൈസിൽ ഇങ്ങോട്ടേക്കല്ല ഈ ഹാങ്ങർ വെച്ചിട്ടില്ല, ഇത് നേരെ മാറ്റിയിട്ട് എന്ത് ചെയ്യുക, ഇങ്ങോട്ടേക്ക് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വരുന്ന രീതിയിൽ സെറ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, W0 എന്ത് ചെയ്യുക, ഇതേ ലെങ്ത്തും ഈ സാധനമൊന്നും വ്യത്യാസം വരുത്തരുത്. അപ്പോൾ ഈ പറഞ്ഞ
എന്താണ് വ്യത്യാസം വരുത്തി കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ ഇവിടെ എല്ലാം മിസ്റ്റേക്ക് പറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇതിലൊന്നും വെറുതെ തൊട്ട് കളിക്ക് നിൽക്കരുത്. ഇതെല്ലാം എന്താണ് കോൺസ്റ്റൻ്റ് ആക്കിയിട്ട് നിൽക്കേണ്ടതാണ്. ഇതേ പ്രശ്നം പറ്റും. പിന്നെ എന്താ ഈ പറഞ്ഞ ആൻറ്റി ക്ലോക്ക് വൈസിൽ W0 ഇട്ടിട്ട് എന്ത് ചെയ്യുക, വീണ്ടും ഇതേ പ്രൊസീജിയർ തന്നെ ക്രോസ് വയറിൽ കാണും. അപ്പോൾ എന്താ 15.1 ഇതിനേക്കാളും കുറച്ചും കൂടി ജാസ്തിയാണ് വേരിയേഷന്. അപ്പോൾ അങ്ങനെ ഞാൻ എന്താണ് ആൻറ്റി ക്ലോക്ക് വൈസിൽ എനിക്ക് തോന്നുന്നു ഇതിൽ കുറഞ്ഞാൽ വരുന്ന റീഡിങ്സ്. അപ്പോൾ എന്താ 15.1 പിന്നെ കുറഞ്ഞ് 13. എന്നാലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം കുറയുന്നതാണെങ്കിലും കൂടുന്നതാണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ, ഈ പറഞ്ഞ 2ൻ്റെ ഡിഫറൻസ് തന്നെയാണ് ഇവിടെയും പോയിക്കൊണ്ടിരിക്കുന്നത്. 15, 13 പിന്നെ 11 പിന്നെ 9 പിന്നെ 7 പിന്നെ 5, 3, 1 2ൻ്റെ ഡിഫറൻസ് തന്നെയല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ഓൺ ലോഡിങ്ങിൽ ഇങ്ങനെ തന്നെ പോട്ടെ. അതേപോലെ എന്താണ് ഓഫ് ലോഡിങ്ങിൽ പിന്നെ 1.6 ഇത് കോൺസ്റ്റൻറ്റ്. പിന്നെ എന്താണ് ഒരു ലോഡ് ഇറക്കി കഴിഞ്ഞാൽ പിന്നെ ഇത് എന്താ ചെയ്യുക, ഇവിടുത്തെ വരെ ആ ഒരു W0 ഡെഡ് ലോഡ് ആവുന്ന വരെ റീഡിങ്സ് എടുത്തുകൊണ്ടിരിക്കുക. ഈ പറഞ്ഞ ടെലിസ്കോപ്പിൽ ഇങ്ങനെ നോക്കിയിട്ട്, അതായത് ഇപ്പോൾ ഈ ടെലിസ്കോപ്പ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ സ്ക്രൂ ഒന്നും തിരിച്ചിടേണ്ട ആവശ്യമില്ല. എന്താണ് ഒരു പ്രാവശ്യം ഫോക്കസ് ആയി കഴിഞ്ഞാൽ പിന്നെ അത് തന്നെയാണ് കുറയുന്നതും കൂടുന്നതെന്ന് പിന്നെ അതിന് കണക്കായിട്ട് എന്ത് ചെയ്യൂല, അത് പിന്നെ ബ്ലറായി പോവും. പിന്നെ റീ അഡ്ജസ്റ്റ് ചെയ്യണമെന്നും അതായത് പിന്നെ ഫോക്കസ് മാറ്റേണ്ടിയൊന്നും വരുന്നില്ല. കറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, എത്ര ലോഡിങ് ഇട്ടാലും കുറച്ചാലും എത്ര വെയിറ്റ് ഇട്ടാലും കുറച്ചാലും എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സാധനം സ്കെയിൽ കൃത്യമായിട്ട് കാണാൻ പറ്റും. അതാണ് ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് വെറുതെ ഇങ്ങനെ തൊട്ട് കളിക്കണം നിൽക്കരുത്. അഡ്ജസ്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ എക്സ്പെരിമെൻ്റ് കഴിയുന്ന വരെ ആ പൊസിഷനെ തന്നെ വെക്കും. പിന്നെ വെറുതെ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ട് തട്ടി മാറ്റിയിട്ട് പിന്നെ എന്ത് ചെയ്യരുത്, പിന്നെ കരഞ്ഞിട്ട് കാര്യമല്ല. അപ്പോൾ എന്ത് ചെയ്യുക, ഈ റീഡിങ്സ് ഓൺ ലോഡിങ് അല്ല ഓഫ് ലോഡിങ്ങിൽ എടുക്കുക. ഇതെല്ലാം എന്ത് ചെയ്യുക, ഞാൻ പറയില്ലേ 13, 15 ഓൾമോസ്റ്റ് സെയിമേ കിട്ടാൻ ചാൻസ് ഇല്ല, വേറെ കിട്ടാൻ വഴിയില്ല. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തു പോകുന്ന സിസ്റ്റമാറ്റിക്കലി മിസ്റ്റേക്കിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുക. അത് 2ൻ്റെ ഡിഫറൻസിൽ കിട്ടിക്കൊണ്ടിരിക്കണം. ഇതിൻ്റെ മീൻ എന്ത് ചെയ്യുക, ഇത് 2 /2 2 ആഡ് ചെയ്യുക /2 ആഡ് ചെയ്യുക /2 ചെയ്യുക. ഈ ഒരു മീൻ എങ്ങനെ കിട്ടും. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മീൻ ഷിഫ്റ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഇതിൻ്റെ മീൻ, അതായത് ആൻറ്റി ക്ലോക്ക് വൈസിൽ കിട്ടിയ ഈ മീൻ വാല്യൂ മൈനസ് ഈ ക്ലോക്ക് വാല്യൂവിൻ്റെ മീൻ വാല്യൂ /2 S2 മൈനസ് S1 /2. അപ്പോൾ ഇതാണ് ഈ കിട്ടുന്നത്. ഇത് മൈനസ് ഇത് /2 ആണ്. ഈ പറയുന്നത് വലുതെന്ന് ചേർത്ത് ഓർക്കുക നല്ലത്. എവിടെയെങ്കിലും ഞാൻ നെഗറ്റീവ് സൈൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പം പ്രശ്നം പറ്റാൻ ചാൻസ് ഉണ്ട്. എപ്പോഴും ഇതിലിപ്പോൾ ഇത് കുറവും ഇത് കൂടുതലും ഇത് കുറവല്ല. അപ്പോൾ വലുതെന്ന് ചേർത്ത് കുറച്ചിട്ട് /2 ചെയ്താൽ മതി. ഇത് കുഴപ്പമില്ല, ഇതും കുഴപ്പമുണ്ട്. ഇത് വലുത് ചേർത്തല്ല, വലുതെന്ന് ചേർത്ത് കുറച്ചിട്ട് എന്ത് ചെയ്യുക /2 ചെയ്യുക. 18.2 മൈനസ് 9.4 /2 20.2 മൈനസ് 7.5 /2 22.3 മൈനസ് ഇത് നമുക്കിങ്ങനെ ഓരോ വാല്യൂസ് കിട്ടിയിട്ടുണ്ട്. ഇത് ഐഡിയലി ഈ പറഞ്ഞ ഓൾമോസ്റ്റ് സെയിം വാല്യൂസാണ് കിട്ടേണ്ടത്. പക്ഷേ ഇവിടെ നമുക്ക് ചെറിയ മിസ്റ്റേക്ക് പറ്റി, ചെറിയ പ്രശ്നം പറ്റി. നമ്മൾ ചെയ്യുന്ന സമയത്ത് ഭയങ്കര വാല്യൂസിൽ വേരിയേഷൻ വന്ന്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ ഇങ്ങനെ വേരിയേഷൻ വരുന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരു മെത്തേഡ് പറഞ്ഞിരുന്നു. ഈ മെത്തേഡ് നമ്മൾ ഒഴിവാക്കിയിട്ട് നമ്മൾ വേറൊരു മെത്തേഡിൽ ചെയ്ത് നോക്കി. അത് ടീച്ചർ പറഞ്ഞ പ്രകാരം നമ്മൾ വേറൊരു ടീച്ചർ തന്നെ സജസ്റ്റ് ചെയ്തൊരു മെത്തേഡ് നമ്മൾ ചെയ്ത് നോക്കി. ഈ മെത്തേഡിൽ നമുക്ക് റെഡി ആവുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് റെഡി ആവുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ വെറുതെ എക്സ്ട്രാ പെട്ടിയൊന്നും വരയ്ക്കാൻ നിൽക്കണം. നമ്മൾ എക്സ്ട്രാ പെട്ടി വരച്ചിട്ടുണ്ട്. എക്സ്ട്രാ പെട്ടി ഞാൻ ഇപ്പം കാണിച്ചു തരാം, അതാണെന്നില്ല. S2 മൈനസ് S1 /2 ചെയ്തപ്പോൾ നമുക്ക് ഇത് റെഡി ആയിട്ടില്ല. എന്നിട്ട് ആക്ച്വലി എന്താ ചെയ്യേണ്ടത്, ഇതിപ്പോൾ X0, X1, X2, X3, X4, X5, X6, X7 ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇനി മീൻ ഷിഫ്റ്റ് ഫോർ 4M എന്ന് പറയുമ്പോൾ ഈ 4Mന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ റീഡിങ് കാണുന്നുണ്ടല്ലോ. ഇതിപ്പോൾ ഒരു X5 ആയിരിക്കും. X5 മൈനസ് X0 മറ്റേ യങ് സ്മോൾ സ്റ്റേജ് അതുപോലെ ഇത് മൈനസ് ഇത് മൈനസ് ഇത് മൈനസ് ഇത് എന്ത് ചെയ്യുക, മീൻ ഷിഫ്റ്റ് ഫോർ ലോഡ് 4M കിട്ടിക്കഴിഞ്ഞാൽ ഇത് 4 വാല്യൂസ് കിട്ടി. അത് ഇതെന്ന് കുറച്ച് ഇത് കുറച്ച് അങ്ങനെ കുറച്ച് നോക്കുമ്പോൾ ലാസ്റ്റ് നമ്മളെ വാല്യൂസ് ഒന്നും ലാസ്റ്റ് ആൻസറിന് അടുത്തും എത്തുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് മെത്തേഡ് മാറ്റേണ്ടി വന്നത്. പക്ഷേ നിങ്ങൾ ചെയ്യുന്ന കറക്റ്റ് മെത്തേഡിലാണെങ്കിൽ നിങ്ങൾ മാറ്റമൊന്നും വേണ്ട, വേറൊന്നും ചെയ്യേണ്ട. ഇതിൽ തന്നെ ഈ മെത്തേഡ് തന്നെ മുന്നോട്ട് പോട്ടെ. ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മീൻ ഷിഫ്റ്റ് ഫോർ M കിട്ടേണ്ടിക്കൽ മീൻ ഷിഫ്റ്റ് ഫോർ അവിടെ തന്നെ നെയ്തം കിട്ടും. മീൻ ഷിഫ്റ്റ് ഫോർ ഇത് മീൻ ഷിഫ്റ്റ് ഫോർ ലോഡ് 4M അതായത് ഈ 4 ആഡ് ചെയ്യുക /4 ചെയ്യുക. അപ്പോൾ ഇത്ര കിട്ടും ആൻസർ. ഇനി അടുത്ത പെട്ടി എന്ന് പറയുന്നത് മീൻ ഷിഫ്റ്റ് ഫോർ ലോഡ് M കിട്ടണമെങ്കിൽ എന്ത് ചെയ്യുക, ഈ കിട്ടിയ വാല്യൂന് അതായത് ഈ 4M ഇങ്ങനെ M ആക്കി മാറ്റുക, ഇതിനെ /4 ചെയ്യുക. അപ്പോൾ ഇവിടെയും ഒരു /4. അപ്പോൾ ആ കിട്ടുന്ന ആൻസർ മീറ്ററിൽ എഴുതുക. അപ്പോൾ 1.8 ഇത് /4 ചെയ്യുമ്പോൾ 1.8 കിട്ടുന്നുണ്ട്. മീറ്ററിലേക്ക് മാറ്റുമ്പോൾ സെൻറ്റിമീറ്ററിൽ മീറ്ററിലേക്ക് മാറ്റുമ്പോൾ ഒരു × 10⁻²-2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ ഇത് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഈ പറഞ്ഞ LD/S കാണണ്ടെങ്കിൽ L മീറ്ററിൽ വരട്ടെ. ഇത് 0.3 മീറ്റർ ഇൻറ്റു 0.9 മീറ്റർ ഡിവൈഡഡ് ബൈ ഈ പറഞ്ഞ 1.8 × 10⁻²-2 ചെയ്യുമ്പോൾ നമുക്ക് 15 കിട്ടുന്നത്.
അതായത് നിങ്ങൾ ഈ എൽ ഡി വൈസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. 15 അല്ലെ 14 അല്ലെ 13 16 ഈ റേഞ്ചിനുള്ളിൽ കിട്ടുമെങ്കിൽ മാത്രമേ ആൻസർ നിങ്ങൾ വിചാരിച്ച രീതി കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഒരു 12 ഈ റേഞ്ചിലൊക്കെ ആൻസർ കിട്ടിയാലേ കാര്യം നടക്കുള്ളൂ. അല്ലെങ്കിൽ എന്താ വലിയ വേരിയേഷൻ പറ്റും. അതായത് അതപ്പോൾ എന്താ 30 സെൻറ്റിമീറ്ററിൽ 15 കിട്ടി. അപ്പോൾ അടുത്ത ഈ 35 സെൻറ്റിമീറ്ററിൽ എൽ ഡി ബൈ എസ് എന്ത് കിട്ടണം? അത് 15 അടുത്തിലൊരു 14 അല്ലെങ്കിൽ ഒരു 13 അത്ര അടുത്തുള്ള വാല്യൂസ് കിട്ടിയാലേ നിങ്ങൾ ആ റിജിഡിറ്റി മോഡുലസ് ഫൈനലി എൽ ഡി ബൈ എസ് തീരുമാനിക്കുന്ന റിജിഡിറ്റി മോഡുലസിൻ്റെ വാല്യൂ എന്താണെന്നുള്ളത്. ബാക്കിയെല്ലാം നമുക്ക് ഒരു ഏകദേശം ഒരു കോൺസ്റ്റൻ്റ് ആണെന്ന് വിചാരിക്കും. പക്ഷേ എൽ ഡി ബൈ എസിൻ്റെ വാല്യൂ മാറും തോറും ഇതിപ്പോൾ ഇവിടെ ഒരു 100 ഒക്കെ കിട്ടുന്നെങ്കിൽ ഒരു രക്ഷ ഉണ്ടാവില്ല. അതുകൊണ്ട് പറഞ്ഞിട്ട് പിന്നെ കാര്യം ഉണ്ടാവില്ല. 15 14 13 ഇതൊന്നും നമുക്ക് കിട്ടിയില്ല. 15 കിട്ടി, പക്ഷേ ഇതിന് അടുത്ത റീഡിങ് എടുത്തപ്പോൾ അങ്ങനെ 450 എത്തിപ്പോയി. അപ്പോൾ തന്നെ മനസ്സിലായി നമ്മൾ ചെയ്ത പൊട്ടത്തെറ്റാന്നുള്ളത്. പക്ഷേ എന്താ ഇതാ ഞാൻ പറഞ്ഞു, എൽ ഡി ബൈ എസ് തീരുമാനിക്കുന്നത് എന്താണ്? നമ്മളെ റീഡിങ് നമ്മളെ ഫൈനൽ ആൻസർ റെഡി ആവോ ഇല്ലയോ എന്ന് എൽ ഡി ബൈ എസ് തീരുമാനിക്കുക. എൽ ഡി ബൈ എസ്സിൽ കംപ്ലീറ്റ് ആ വേരിയബിൾ അതാണ് ആക്ച്വലി ഇവിടുത്തെ വേരിയബിൾ എന്ന് പറയുന്നത്. അത് കാൽക്കുലേഷൻ സമയത്ത് ഞാനിങ്ങനെ ഓരോ വാല്യൂസ് ഇങ്ങനെ മാറി ഇട്ട് നോക്കിയാൽ എനിക്ക് അതിൻ്റെ ലോജിക്ക് മനസ്സിലായി. ഈ സാധനമാണ് ബേസിക്കലി ദിസ് ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് വൺ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കംപ്ലീറ്റ് പ്രൊസീജിയർ എന്ത് ചെയ്യുക 35 സെൻറ്റ്. അപ്പോൾ എന്ത് ചെയ്യണം? ഞാൻ പറയില്ല, ഈ സ്കെയിൽ ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്ത് ഈ കുറച്ചും കൂടി അങ്ങോട്ടാക്കും, ഇതിൻ്റെ ലെങ്ത് അതായത് ഇതിൻ്റെ സാധനം അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ചും കൂടി ഇങ്ങോട്ടാക്കും. എന്നിട്ട് ഇതിനെ 35 സെൻറ്റിമീറ്റർ സെറ്റ് ചെയ്യുക. ഈ ചെയ്ത പ്രൊസീജിയർ കംപ്ലീറ്റ് ആയിട്ട്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? 0.9. അതായത് അപ്പോൾ എന്താ ഇത് ഇവിടുത്തെ വരെ മെഷർ. അപ്പോൾ എന്ത് ചെയ്യുക? ഇവിടുന്ന് അപ്പോൾ ഫോക്കസ് മാറിപ്പോയിട്ടുണ്ടാവും, ഡിസ്റ്റൻസ് മാറി. അപ്പോൾ മിറർ എന്തായിപ്പോയി? മിറർ കുറച്ചും കൂടി ഇങ്ങോട്ടായിട്ടുണ്ടാവും. അപ്പോൾ അതിനാണ് കയറി ചിലപ്പോൾ നമ്മൾ ആ ഒരു ടെലിസ്കോപ്പ് എന്ന് പറയുന്നത് ഇത് മൈക്രോസ്കോപ്പ് ഞാൻ വിളിച്ചത്. ഇത് ആക്ച്വലി ടെലിസ്കോപ്പാണ്. ഈ ടെലിസ്കോപ്പിനെ അതിനകത്തായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നവർ പിന്നെ ഫോക്കസ് ആക്കുക. എന്നിട്ട് ഈ ലെങ്ത് കണ്ടുപിടിക്കുക. ഇവിടുന്ന് ഇവിടുത്തെ വരില്ല ലെങ്ത് കണ്ടുപിടിക്കുക. അത് 0.9 ആയിരിക്കണം കിട്ടാൻ ചാൻസ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. ഓൾമോസ്റ്റ് സെയിം കിട്ടിക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്നിട്ട് വീണ്ടും ഇതേ പ്രൊസീജിയർ എന്ത് ചെയ്യുക? ക്ലോക്ക് വൈസിൽ റീഡിങ്സ്, പിന്നെ അതിൻ്റെ ഓൺ ലോഡിങ് ഓഫ് ലോഡിങ്, പിന്നെ പിന്നെ അടുത്ത് എന്ത് ചെയ്യുക? ആൻറ്റി ക്ലോക്ക് വൈസിൽ എടുക്കുക, ഓഫ് ലോഡിങ് ഓൺ ലോഡിങ്, പിന്നെ അതിൻ്റെ പിന്നെ ഇതേ പ്രോസസ്സ് മീൻ ഷിഫ്റ്റ് S2 - S1/2, പിന്നെ മീൻ ഷിഫ്റ്റ് 4. അപ്പോൾ ഈ 4 ആഡ് ചെയ്യുക, /4 ചെയ്യുമ്പോൾ 4 വാല്യൂസ് കിട്ടും. ഇതൊന്നും ഏടിയില്ല കേട്ടോ. ഈ 0.4 കിട്ടി കഴിഞ്ഞാൽ ആൻസർ ഏടി എത്തൂല. അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ചെയ്ത മെത്തേഡ് തെറ്റാണെന്നുള്ളത്. പിന്നെ ഇത് കിട്ടിക്കഴിഞ്ഞാൽ /4 ചെയ്യുക. അപ്പോൾ ഇവിടെ വാല്യൂ കിട്ടും. അത് × 10⁻² ചെയ്തത് മീറ്ററിലേക്ക് കൺവേർട്ടായി. വീണ്ടും എൽ ഡി ബൈ എസ് ചെയ്യുക. 15 അടുത്തിലൊരു വാല്യൂ കിട്ടിയാലേ ആൻസർ റെഡി ആവുള്ളൂ, ഇല്ലേ തെറ്റിപ്പോവും. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്തിട്ട് എന്ത് ചെയ്യും? നമുക്ക് ആൻസർ കിട്ടിയില്ല. നിങ്ങൾക്ക് ഇനി ഇതേപോലെ ആൻസർ കിട്ടുന്നില്ലെങ്കിൽ ഇനി നമ്മൾ അടുത്ത മെത്തേഡിലേക്കും വരുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇവിടെ ഒരു ഇതിൻ്റെ വാല്യൂസിൽ നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. ബേസിക്കലി ഞാൻ ഇക്വേഷൻ പറഞ്ഞില്ല അല്ലേ. ഇക്വേഷൻ റിജിഡിറ്റി മോഡുലസ് n = 4mgr / πr⁴ സ്മോൾ r⁴, ഇത് ക്യാപിറ്റൽ R ആണ്, ഇത് സ്മോൾ r ആണ്, × എൽ ഡി ബൈ എസ്. എൽ ഡി ബൈ എസിനെ പറ്റിയിട്ട് ഞാൻ കുറച്ച് നേരമായിട്ട് ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ട് തന്നെ ഈ ആറും സ്മോൾ ആറൊക്കെ എന്താ നമുക്ക് കണ്ടുപിടിക്കുക. ഈ ക്യാപിറ്റൽ R കണ്ടുപിടിക്കണ്ടെങ്കിൽ ഈ റേഡിയസ് ഓഫ് ദ വീലാണ്. ബേസിക്കലി ഒരു വേണ്ട എൻ്റെ ഫോണിൻ്റെ ലോക്ക് കാണിച്ചു തരാൻ പറ്റൂലല്ലോ. അപ്പോൾ ഈ പറഞ്ഞ നമ്മൾ നൂല് വെച്ചിട്ട് ഇങ്ങനെ ഇത് കംപ്ലീറ്റ് മെഷർ ചെയ്യുക. നമ്മൾ അതായത് ടോർഷണൽ പെൻഡുലത്തിൽ ചെയ്ത പോലെ തന്നെ ഒരു നൂല് വെച്ചിട്ട് ഇത് ഇങ്ങനെ റൗണ്ട് ചെയ്യുക. എന്നിട്ട് ആ കിട്ടുന്ന ലെങ്ത്ത് ഒരു മീറ്റർ സ്കെയിൽ ഇങ്ങനെ വെക്കുക. അപ്പോൾ ഒരു വാല്യൂ കിട്ടി. ഇതിപ്പോൾ 41 സെൻറ്റിമീറ്റർ. അതാണ് സർക്കംഫറൻസ് ആണ് ബേസിക്കലി മെഷർ ചെയ്യേണ്ടത്. അപ്പോൾ സർക്കംഫറൻസ് C = 41 സെൻറ്റിമീറ്റർ. നമുക്കറിയാം സർക്കംഫറൻസിൻ്റെ ഇക്വേഷൻ 2πr = സർക്കംഫറൻസ്. അതാണ് 41 കിട്ടി. അപ്പോൾ ഈ സ്മോൾ ലെറ്റർ അല്ലല്ലോ, ക്യാപിറ്റൽ ലെറ്റർ R. അത് ആക്ച്വലി ബേസിക്കലി ഒരു ഡിസ്ക് പോലെയാണല്ലോ പ്രവർത്തിക്കുന്നത്. അപ്പോൾ R = ഈ 41 സെൻറ്റിമീറ്റർ × 10⁻² മീറ്റർ / 2π ചെയ്യുന്ന സമയത്ത് നമുക്ക് 6.369 × 10⁻² മീറ്റർ എന്ന് പറഞ്ഞിട്ട് കിട്ടി. ആയിക്കോട്ടെ. ഇനി ടു ഫൈൻഡ് ഡയമീറ്റർ ഓഫ് ദ റോഡ്, ആ സ്മോൾ ലെറ്റർ R കാണുന്നുണ്ട്. ആദ്യം ഡയമീറ്റർ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ / പകുതി എടുക്കണം. എന്നാലാണ് സ്മോൾ ലെറ്റർ R കിട്ടുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്ക്രൂ ഗേജ് ആണ് ഉപയോഗിക്കുന്നത്. അതായത് ബേസിക്കലി നിങ്ങൾ ഇവിടെ ഒരു എന്തുണ്ട് നേരിയ പോലത്തെ ഒരു വയറിങ്ങനാണ്. ഈ വയറിൻ്റെയാണ് ആക്ച്വലി റിജിഡിറ്റി മോഡുലസ് കണ്ടുപിടിക്കുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു നേരിയ പോലത്തെ വയർ കാണുന്നുണ്ട്. ഇതിൽ നമ്മൾ എന്ത് ചെയ്യും? സ്ക്രൂ ഗേജ് വെച്ചിട്ട് അതിൻ്റെ റീഡിങ്സ് എടുക്കും. അതൊന്നും ഞാൻ കൂടുതൽ സ്ട്രെസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അതിൻ്റെ സ്ക്രൂ ഗേജിന് ആദ്യം എന്ത് ചെയ്യുക? ഈ പറഞ്ഞ ഈ ബേസിക്കല് കാര്യങ്ങൾ എഴുതി വെക്കുക. 0 കോയിൻസിഡൻസ് കണ്ടുപിടിക്കുക, 0 കറക്ഷൻ എഴുതുക. പിന്നെ എന്ത് ചെയ്യുക? PSR-ഉം HSR-ഉം പിന്നെ കറക്റ്റഡ് HSR, പിന്നെ എന്ത് ചെയ്യുക? ടോട്ടൽ റീഡിങ് എടുക്കുക. പിന്നെ മീൻ ഡയമീറ്റർ കണ്ടുപിടിക്കുക. 4.676 മില്ലിമീറ്റർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ റേഡിയസ് ഓഫ് റോഡ് 4.676. അപ്പോൾ റേഡിയസ് കിട്ടണമെങ്കിൽ ഡയമീറ്റർ / 2. അപ്പോൾ ഡയമീറ്റർ / 2 2.338 കാരണം ഇവിടെ മില്ലിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റുമ്പോൾ × 10⁻³ മീറ്റർ. അത്രയും മീറ്ററിൽ
എന്ത് കിട്ടി, സ്മോൾ ലെറ്റർ ആറും കിട്ടി. ബേസിക്കലി 4 അറിയാം. എം എന്ന് പറയുന്നത് എന്തായിരുന്നു ആക്ച്വലി, M0.1 നമ്മൾ ഇടുന്ന നമ്മൾ ആക്ച്വലി എന്താണ് ഇട്ടത് ആ സിൽവർ പോലത്തെ കട്ടയാണ്. സിൽവർ പോലത്തെ കട്ടേൻ്റെ സാധനം എനിക്ക് വന്നത് 100 ഗ്രാമാണ്. ആ ബ്രോൺസ് പോലത്തെ കട്ടേൻ്റെ സാധനം എനിക്ക് വന്നത് 50 ഗ്രാം എന്നാണ്. അത് എനിക്കറിയില്ല കറക്റ്റ് എന്താണ്. അത് നിങ്ങൾ എന്താണ് ടീച്ചറെ അടുത്ത് ചോദിച്ചിട്ടില്ല, അതിൻ്റെ മുകളിൽ വാല്യൂ നോക്കിയിട്ട് എങ്ങനെയെങ്കിലും മനസ്സിലാക്കണോ. ടീച്ചറെ അടുത്ത് ചോദിക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. നമ്മൾ എടുത്തത് 100 ഗ്രാമിൻ്റെ, അപ്പോൾ കിലോഗ്രാമിലേക്ക് വരുമ്പോൾ 0.1 ഗ്രാം. നിങ്ങൾ എടുക്കുന്ന 50 ഗ്രാമിൻ്റെ കട്ടയാണെങ്കിൽ 0.05 കിലോഗ്രാം ആയിരിക്കും അത് വരിക. 4 അറിയാം, പിന്നെ എന്താണ് എം അറിയാം, G 9.8 അറിയാം, ഇൻറ്റു പൈൻ്റെ വാല്യൂ 3.14 ഇൻറ്റു R⁴. അപ്പോൾ 2.33 നമ്മൾ കിട്ടിയ ആൻസറാണ്. 2.33 ഇൻറ്റു 10⁻³ ഹോൾ റേസ് ടു 4th പവർ ഇൻറ്റു LD/S എന്ന് പറയുന്നത് 15 ആയിരുന്നു നമുക്ക് കിട്ടിയത്. പോട്ടെ 15 പോട്ടെ, അതിൽ തെറ്റിപ്പോയി. ഇനി നമ്മളിതിന് അടുത്ത മെത്തേഡിൽ നമ്മൾ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഇതാ സെയിം കോളം വരച്ച്. പക്ഷേങ്കിൽ ഇവിടെ എന്ത് ചെയ്ത് നമ്മൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് തന്നെ മനസ്സിലായി, ഞാനിവിടെ ഒരു കോളം വെട്ടി, അതായത് കോളത്തിനെ ഇഗ്നോർ ചെയ്ത് കളഞ്ഞു. അതേത് കോളം അത്, ഇത് കണ്ട ഇവിടെ നടുക്കൊരു ഞാൻ പറഞ്ഞുതരാം. എവിടെ പോയി, ഇവിടെ ഇങ്ങനൊരു കോളം കാണുന്നുണ്ട്, മീൻ ഷിഫ്റ്റ് S2 - S1 / 2. ഇതാണ് ടീച്ചർ പറഞ്ഞ മെത്തേഡ്. ഈ കോളത്തിനെ കംപ്ലീറ്റ് അങ്ങ് അവോയ്ഡ് ആയിക്കളയാം. ഇങ്ങനെ ഒരു കോളം ഇല്ല എന്ന് വിചാരിച്ചാൽ മതി. എന്നിട്ട് എന്ത് ചെയ്യുക, വീണ്ടും അതായത് നിങ്ങൾ പിന്നെയും റീഡിങ്സ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇതേ റീഡിങ്സ് വെച്ചിട്ട് തന്നെ. പക്ഷേ എന്ത് ചെയ്യുക, അപ്പോൾ ഒരു കോളം മാത്രം ഒമിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഇതാ ലെങ്ത് ഓഫ് ദ റോഡ് ഇത് നമ്മൾ എന്താണ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് വേണമെങ്കിൽ കമ്പയർ ചെയ്ത് നോക്കുക. 12.8, 12.8, 14.1, 14.1. പിന്നെ ഇവിടെ എന്താണ്, ഇവിടെ 15.4 എന്നൊക്കെ ഉണ്ടല്ലേ. അതെ, ഇതാ 15.1. വാല്യൂസ് ഒന്നും മാറ്റിയിട്ടില്ല, സെയിം റീഡിങ്സ് തന്നെ. ഇവിടെ എന്ത് ചെയ്യുന്നത്, ക്ലോക്ക് വൈസ് എടുത്ത് ഇതിൻ്റെ താഴെ, അതായത് 13 തന്നെ എന്താണ് മുകളിൽ ക്ലോക്ക് വൈസ്, താഴെ ആൻറ്റി ക്ലോക്ക് വൈസ്. എന്നിട്ട് വേറെ അടുത്തൊരു വെട്ടി വരച്ചിട്ട് 35 ക്ലോക്ക് വൈസ് ഒരു ഇതിൽ, ആൻറ്റി ക്ലോക്ക് വൈസ് ഇതിൽ. അതാണ് എൻ്റെ ലോജിക്ക്. അപ്പോൾ എന്താ, റീഡിങ്സ് ഒന്നും മാറ്റിയിട്ടില്ല, ഈ റീഡിങ്സ് എല്ലാം കട്ട് ആൻഡ് പേസ്റ്റ് തന്നെ വാല്യൂസ്. അപ്പോൾ എന്താ, ഇതെല്ലാം എടുത്ത് ഇവിടെ നമ്മൾ കോളം ഒഴിവാക്കി. ഇവിടെ നടുക്കേണ്ടി വരുന്ന ഒരു കോളം ഇല്ല, അത് കോളം കൊണ്ടായിരുന്നു ആ പ്രശ്നം പറ്റുന്നത്. അപ്പോൾ കോളം കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കി. എൻ്റെ ഇത് എന്താ, ഡയറക്റ്റ്ലി ഷിഫ്റ്റ് ഫോർ ലോഡ് ഫോറമിലേക്ക്. അതായത് ഇവിടുന്ന് എന്ത് ചെയ്ത്, ഇവിടെ ഇതിപ്പോൾ X0, X1, X2, X3 അങ്ങനെ കൺസിഡർ ചെയ്തുകൊണ്ട് ഈ ഫോറം എന്ന് പറയുമ്പോൾ അപ്പോൾ എന്താ, ഇവിടെ പോയി ഈ 20.2 മൈനസ് 12.8, 7.6, ഇത് മൈനസ് ഇത് 6.05, ഇത് മൈനസ് ഇത് 8. ഇത് മൈനസ് ഇത് 8. ഇത് കണ്ട, ഇതിപ്പോൾ ഓൾമോസ്റ്റ് സെയിം ആണ്. 7, 6, 8 ഓൾമോസ്റ്റ് 6 ആയി വരുന്ന കാണുന്നില്ലേ. ഇതാ ഞാൻ ഓൾമോസ്റ്റ് ഒരു സെയിം റേഞ്ചിലല്ലേ വരുന്നത്. ഇങ്ങനെ കിട്ടണമായിരുന്നു നമ്മൾ ചെയ്തപ്പോൾ. എന്താ നിങ്ങൾ നോക്കി നോക്കുക, എന്തൊരു വലിയ വേരിയേഷനാണ്. ഇത് 1, പിന്നെ ഇത് 12, 8, 6, 4. ഇത് ഓരോന്നിങ്ങനെ എഴുതുന്ന പോലെ ഉണ്ട്. പക്ഷേ ഇതെന്താ, ഇത് ഓൾമോസ്റ്റ് സെയിം വന്നിട്ടുണ്ട്. അതേ ഇതിന് ആൻറ്റി ക്ലോക്ക് വൈസ് എടുക്കുന്ന സമയത്തും ഇത് മൈനസ് ഇത് ചെയ്യുന്ന സമയത്ത് 7.6, 7.5, 7.8, 7.8. ഇത് കണ്ട, ഇങ്ങനെ കിട്ടണമായിരുന്നു ആൻസർ. അല്ലെങ്കിൽ ഇത് തെറ്റിപ്പോവും, അതിനിടയ്ക്ക് ഇത് തെറ്റിപ്പോവും, അതിനിടയ്ക്ക് ഇത് തെറ്റിപ്പോവും. കണ്ട, സിസ്റ്റമാറ്റിക് ആയിട്ട് എറർ പറ്റിക്കൊണ്ടിരിക്കുന്നത്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഈ കോളം ബേസിക്കലി ഓൾമോസ്റ്റ് സെയിം വാല്യൂ കിട്ടണം. അല്ലെങ്കിൽ നിങ്ങൾ ഇത് തെറ്റും, പിന്നെ ആൻസർ കംപ്ലീറ്റ് പോയി, പിന്നെ പറയേ വേണ്ട. അപ്പോൾ അത് കുറക്കേണ്ടിയിട്ട്, ആ എറർ കുറക്കേണ്ടിയിട്ട് നമ്മൾ കംപ്ലീറ്റ് S2 - S1 / 2 കോൾ തന്നെ വെട്ടിക്കളഞ്ഞു. എനിക്കതാണ് ഇപ്പോൾ മനസ്സിലായത്. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ 4 കിട്ടിയ സ്ഥിതിക്ക് ഇനി 4ൻ്റെ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക, /4 ചെയ്യുക. അപ്പോൾ ഇത് കിട്ടും 7.425. അതേപോലെ ഇതിലും എന്തുണ്ട്, അപ്പോൾ നമുക്ക് ഇവിടെ രണ്ട് എന്തുണ്ട്, മറ്റേതിൽ ആക്ച്വലി ഇങ്ങനെ 2 റീഡിങ്സ് ഇല്ലായിരുന്നു, സെയിം റീഡിങ് ആയിരുന്നു. പക്ഷേ ഇവിടെ നമുക്ക് 2 ചെയ്യുന്നതുകൊണ്ട് നമുക്ക് 2 വാല്യൂസ് കിട്ടിയിട്ടുണ്ട്. 7.425, ഇത് 7.675. അപ്പോൾ ഇങ്ങനെ 2 റീഡിങ്സ് കിട്ടിയ സ്ഥിതിക്ക് ഇനി എന്ത് ചെയ്യണം, ഇതിൻ്റെ മീൻ എടുക്കണം. ഇതിൻ്റെ മീൻ എന്താണ്, മീനൊരു വാല്യൂ കിട്ടും, 7 എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ കിട്ടും. അതിനെന്ത് ചെയ്യണം, ഈ 4, അതായത് 4M-ലെ എന്താണ് മീൻ ഷിഫ്റ്റ് ആണല്ലോ ഇത്, M കിട്ടണമെങ്കിൽ /4 ചെയ്യണം. അത് ബേസിക്കലി ഇവിടെ 2 വാല്യൂസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എന്താണ്, എനിക്ക് ഇത് സെലക്ട് ചെയ്യുക, പാർഷ്യാലിറ്റി കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതിന് 2ൻ്റെ ആവറേജ് എടുക്കണം. ആ കിട്ടുന്നൊരു വാല്യൂ ഒരു X ആണെന്ന് കൂട്ടിക്കോ. ഈ 2 ആഡ് ചെയ്തിട്ട് കിട്ടുന്നൊരു വാല്യൂ X. ആ Xനെ /4 ചെയ്ത് കഴിഞ്ഞാൽ 1.8875 എന്ന് പറഞ്ഞിട്ട് കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യാം, നമ്മൾ വീണ്ടും അതേ പരിപാടി തന്നെ 0.3 × 0.9 / 1.8875. അപ്പോൾ ഇവിടെ കിട്ടുന്ന ആൻസർ 0.14366 × 10². 10² എന്ന് പറയുമ്പോൾ 100. അപ്പോൾ ബേസിക്കലി ഇതൊരു 14 ഞാൻ പറഞ്ഞാൽ ഇതൊരു 14.336 എന്ന് പറഞ്ഞിട്ട് ആൻസർ കിട്ടും. ഞാൻ പറഞ്ഞിട്ടില്ല ഏത് 15 അല്ലെ 14 ആ റേഞ്ച് കിട്ടണമെന്ന് ഞാൻ പറഞ്ഞില്ല ആൻസർ. ഇത് ഇത്രയല്ലേ കിട്ടുന്ന 1. ഓക്കെ. ഇപ്പോൾ ആൻസർ റെഡിയാണെന്ന് നോക്കിക്കോളാം, ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോൾ എന്ത് കിട്ടി,
0.14 ഇൻറ്റു 10² എന്ന് പറയുമ്പോൾ എത്ര 14, അപ്പോൾ 133 അല്ലേ, അപ്പോൾ 14 പോയിൻറ്റ്, അതായത് 2 0 അപ്പുറത്തേക്ക് പോയി, അപ്പോൾ എന്താ 336. ഞാൻ പറഞ്ഞില്ല 15 14 ആ റേഞ്ചിലാണല്ലോ ഇത് വരുന്നത്. ഇത് ആൻസർ റെഡിയായി. ഇനി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എന്താ, അപ്പോൾ നമ്മൾ ഇങ്ങനെ എടുത്തപ്പോഴാണ് നമുക്ക് ആൻസർ ഓൾമോസ്റ്റ് ഇത്ര കിട്ടിയത്. ആ 10² ആക്ച്വലി ചിലപ്പോൾ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവാത്ത, പക്ഷേ അതിനെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണുന്നില്ല 14.33. അപ്പോൾ ഞാൻ ആ പറഞ്ഞ ആ വാല്യൂ അപ്പോൾ എന്താ ഈ പറഞ്ഞ ഞാൻ പറയില്ല 15 14 13 ആ റേഞ്ചിൽ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ആൻസർ ചിലപ്പോൾ റെഡി ആവണം നിർബന്ധമില്ല. അത് ചെയ്തപ്പോൾ ഇത് ഇപ്പോൾ എന്താ N1 നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഇതിൻ്റെ നമ്മൾ എന്ത് കണ്ടുപിടിച്ച് ഈ പറഞ്ഞ യങ് സ്മോളേഴ്സ് കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് 4.00 × 10⁻10 കിട്ടി. ഞാൻ പറഞ്ഞതിൻ്റെ മാക്സിമം വാല്യൂ ആണ് 4 × 10⁻10. 4ൽ കുറയണോ 3 അല്ലെ 2 3.5 3.6 ഇതൊക്കെ അക്സെപ്റ്റബിൾ ആണ്. ഈ 4 എന്ന് പറയുന്നത് മാക്സിമം, അതായത് നമ്മൾ ചെയ്ത അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള റീഡിങ്ങിൽ പക്ഷേ ടീച്ചർ സൈൻ കിട്ടീനെ. അപ്പോൾ എന്താ 4ൻ്റെ മുകളിലാണെങ്കിൽ നിങ്ങൾ നോക്കിയോ എന്തായാലും സൈൻ കിട്ടൂല. അപ്പോൾ എന്താ 4 എന്ന് പറയുന്ന മാക്സിമം അക്സെപ്റ്റബിൾ വാല്യൂ എന്ന് മനസ്സിലാക്കിയാൽ മതി. അതാണ് 4ൻ്റെ കുഴപ്പം. അപ്പോൾ 4ൻ്റെ പ്രശ്നമായത്. അപ്പോൾ എന്താ 4 മാക്സിമം കിട്ടാവുന്ന വാല്യൂ, നിങ്ങൾ 4 കിട്ടിയിട്ടുണ്ടെങ്കിൽ ഭാഗ്യം കറക്റ്റ് 4 കിട്ടിയിട്ടുണ്ടെങ്കിൽ 4.00 എന്ന് പറഞ്ഞ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യം എന്ന് വിചാരിച്ചാൽ മതി. അല്ലെങ്കിൽ എന്താ അതിൽ 4.01 ആയി കഴിഞ്ഞാലും നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം 4 എന്ന് പറയുന്നത് മാക്സിമം റേഞ്ചാണ്. 4ൽ കുറയാനേ പാടില്ല വാല്യൂ, 4ൽ കൂടാൻ പാടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് ഇതിപ്പോൾ ഇങ്ങനെ ചെയ്ത്, ഇനി ഇത് 0.3 അതായത് 30 സെൻറ്റിമീറ്ററിന് ചെയ്ത് 35 സെൻറ്റിമീറ്ററിൽ നമ്മൾ എന്ത് ചെയ്ത് S2 - S1 എന്നുള്ള കോളം ഒഴിവാക്കിയിട്ട് ഡയറക്റ്റ് എന്ത് ചെയ്ത് ഇവിടെ മീൻ കിട്ടിയപ്പോൾ ഇതിൻ്റെ ക്ലോക്ക് വൈസിൻ്റെ മീൻ കിട്ടിയപ്പോൾ ഇത് മൈനസ് ഇത് ഇത്ര, ഇത് അപ്പോൾ ഇത് മൈനസ് ഇത് ഇത്ര, ഇത് മൈനസ് ഇത് ഇത്ര, ഇത് മൈനസ് ഇത് ഇത്ര, ഇത് മൈനസ് ഇത് ഇത്ര, അതായത് ഇത് മൈനസ് ഇതാണ് ഞാൻ ചെയ്തത് അല്ല, ദിസ് മൈനസ് ദിസ് അല്ല ഒരു മിനിറ്റ്, x4 അല്ല x5 - x0, ഇത് അതേപോലെ x6 - x2, x6 ആണോ ഇത്, അല്ല x4 - x0, x5 - x2, x6 - x3, x7 - x4 അത്ര കിട്ടുന്നുണ്ട്. അതേപോലെ ആൻറ്റി ക്ലോക്ക് വൈസിലും ഇത് മൈനസ് ഇത്. അപ്പോൾ എന്ത് ചെയ്യും ഇവിടെ നിങ്ങൾ നോക്കുന്നുണ്ട് 8 8 8 8 10 9 9 9 ഈ വാല്യൂസ് ഓൾമോസ്റ്റ് സെയിം കാണുന്നില്ലേ, അതുകൊണ്ടാണ് ഇത് റെഡിയായത്. അപ്പോൾ ഇവിടെ എന്ത് കിട്ടി, ഇവിടെ 2 വാല്യൂസ് കിട്ടി. എനിക്ക് വേണ്ടിക്കിൽ ഇത് സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ ഇത് സെലക്ട് ചെയ്യാം. അപ്പോൾ ഒന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാറ്റിനോട് പാർഷ്യാലിറ്റി കാണിക്കുന്നതല്ലേ. ഇപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ 2 വാല്യൂസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആവറേജ് എടുത്തേ പറ്റുള്ളൂ. പിന്നെ 2ൻ്റെ ആവറേജ് എടുത്ത് അതൊരു എക്സ് കിട്ടിയെന്ന് കൂട്ടുക. എക്സ് ഇനി എന്ത് ചെയ്യണം, ഇത് ഈ കിട്ടണമെങ്കിൽ എക്സ് ഡിവൈഡ് ബൈ 4m എന്നല്ലേ ഷിഫ്റ്റ് കിട്ടി, എം കിട്ടണമെങ്കിൽ ഡിവൈഡ് ബൈ 4 ചെയ്യുക. അപ്പോൾ നമുക്ക് 2.256 കിട്ടി. ഇനി LDYS കിട്ടണമെങ്കിൽ 35 സെൻറ്റിമീറ്റർ 0.35 മീറ്റർ ഇൻറ്റു എത്രയാണ് 0.902 ഡിവൈഡ് ബൈ എത്രയാണ് ഈ 2.256. നമുക്ക് ഇവിടെ 1.88 ആയിരുന്നു കിട്ടി, ഇവിടെ 2.256 കിട്ടി. അപ്പോൾ ഈ ഡിനോമിനേറ്റർ കൂടി, അപ്പോൾ അതിന് കണക്ക് ന്യൂമറേറ്റർ കുറച്ചും കൂടി ആൻസർ കുറഞ്ഞു. നോക്കിക്കോ 0.1399, ഇതിനെ 10 അത് 100നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിന് 13.99 എന്ന് പറഞ്ഞിട്ട് ആൻസർ കിട്ടും. അപ്പോൾ ഇത് കണ്ട ഇതാ 14.3 അല്ലേ 13.9 ഓൾമോസ്റ്റ് ആണ്. ഈ വാല്യൂസ് സെയിം വരുന്നുണ്ടാ. ഇതുകൊണ്ടാണ് നമ്മൾ ആൻസർ റിജിഡിറ്റി മോഡുലസ് റെഡി ആയത്. ആ കാര്യം മനസ്സിലാകണ്ട, അതിലാണ് കാര്യം ഇരിക്കുന്നത്. ആ 15 ഞാൻ പറയില്ല LDYS ആണ് അപ്പോൾ തീരുമാനിക്കുന്നത് എന്ത് എങ്ങനെ എപ്പം വേണമെന്നില്ലത്. LDYS റെഡി ഇല്ലെങ്കിൽ മറന്നുകളാം, ആൻസർ റെഡി ആവില്ല. അങ്ങനെ വെറുതെ ഡിമോട്ടിവേറ്റൊക്കെ പറയില്ല, ഇല്ല റിയാലിറ്റി വരാം. ഇനി അടുത്ത N2 കണ്ടി ഇത് വെച്ചിട്ട് 13.9 കിട്ടി, മറ്റേത് 14.1 14.3 കിട്ടി. അപ്പോൾ 4 mgr ഡിവൈഡ് ബൈ പൈ r⁴ ഇൻറ്റു LDYS. അപ്പോൾ 4 ഇൻറ്റു മാസ് 0.1 കിലോഗ്രാം ഇൻറ്റു ജി എടുപ്പ് 9.8. R എന്ന് പറയുന്നത് 6.8789 × 10⁻². അതേതേനു നമ്മൾ ഈ പറഞ്ഞതില്ല, നമ്മളെ ഈ പറഞ്ഞ റേഡിയസ് ഓഫ് ദ വീൽ, അതാണ് ആക്ച്വലി ആ R എന്ന് പറയുന്നത്. അപ്പോൾ എന്താ 3 ഇത് ഇവിടെ വാല്യൂ മാറ്റി വരണ്ട. അപ്പോൾ എന്താ ഈ പറഞ്ഞ LDYS 0. ഇതിങ്ങനെ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. വേണ്ടിക്ക് 13.99 എന്ന് പറഞ്ഞിട്ട് വേണ്ടിക്കല്ലേ എഴുതാം, പക്ഷേ ഇങ്ങനെ എഴുതി 0.1399 × 10². അതേപോലെ പൈ 3.14 ഇൻറ്റു r⁴ എന്ന് പറയുന്നത് 2.33 × 10⁻³ ഹോൾ റേസ്റ്റ് 4. ഇത് ചെയ്യുന്ന മറ്റേ നമുക്ക് 3.9 × 10⁻10 കിട്ടി. അതാണ് ഞാൻ പറഞ്ഞത് 4ൽ വാല്യൂ കുറയാനേ പാടില്ല, കൂടാൻ പാടില്ല. അപ്പോൾ എന്താ 3.9ഉം 4 × 10⁻10ഉം 3.9 × 10⁻10. നമുക്ക് 2 ആൻസർ കിട്ടിയോണ്ട് ഇനി നമ്മൾ റിസൾട്ട് എഴുതുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്ത് 2നും കൂടി ആവറേജ് എടുത്തു. അതായത് 4.0 + 3.9 ഡിവൈഡ് ബൈ 2 × 10⁻10. അപ്പോൾ നമുക്ക് 3.95 എത്ര ഉണ്ട് ഇത് 95
3.957 ഇൻറ്റു 10⁻10. ഫൈനൽ ആൻസർ ആവറേജ് എടുത്തപ്പോൾ 3.957 ഇൻറ്റു 10⁻10. അത്ര പെർഫെക്റ്റ്ലി റീഡിങ് അല്ലെങ്കിലും സൈന് കിട്ടിയിട്ടുണ്ട്. അത്ര എനിക്ക് പറയാനുള്ളൂ. ഇങ്ങനെയാണ് ഈ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് എന്താണ് ഇത് നമ്മൾ പറഞ്ഞില്ല, ഇത് എക്സ്പെരിമെൻറ്റ് റിപ്പീറ്റ് ചെയ്തതല്ല. പക്ഷേ എന്താ ടീച്ചർ പറഞ്ഞ വേറൊരു മെത്തേഡിൽ നമ്മൾ ചെയ്ത് നോക്കിയപ്പോഴാണ് ഇങ്ങനെ ആൻസർ കിട്ടിയത്. നിങ്ങൾ ഈ S2 - S1 / 2 ചെയ്തിട്ട് അങ്ങനെ ആൻസർ ഇങ്ങനെ നിങ്ങൾക്ക് ഇവിടെ ലാസ്റ്റ് 15 14 13 12 ആ റേഞ്ചിൽ ആൻസർ, അതായത് 15 എന്ന് പറയുന്നത് എനിക്കൊന്ന് എന്താ 15 വന്നു കഴിഞ്ഞാൽ 4 ഈ പറയുന്ന ആൻസർ നിങ്ങളിപ്പം കണ്ടില്ലേ, 13 വന്നപ്പോൾ തന്നെ 14.3 വന്നപ്പോൾ തന്നെ 4 ഇൻറ്റു 10⁻10 കറക്റ്റ് കിട്ടി. അപ്പോൾ എന്താ 15 ഒക്കെ വന്നു കഴിഞ്ഞാൽ 4ലും കൂടിപ്പോൾ. അപ്പോൾ ഈ 15 എനിക്കൊന്ന് അക്സെപ്റ്റബിൾ അല്ല, 15ലും കുറയണം. 14 13 12 അല്ലെ 12.5 11 ഈ വാല്യൂസൊക്കെ അക്സെപ്റ്റബിൾ ആണ്. ആ റേഞ്ചിൽ ഇങ്ങനെ ആൻസർ കിട്ടിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ റെഡി ആവില്ല ആൻസർ. സംഭവം മനസ്സിലാണെന്നായിരിക്കും. ഇതാണ് സ്റ്റാറ്റിക് ടോർഷൻ. അത്യാവശ്യം കുറച്ച് പണിയുണ്ട് ചെയ്യാൻ. മറ്റേ ടോർഷനിൽ പെൻഡുലം പോലെ അത്ര എളുപ്പത്തിൽ എക്സ്പെരിമെൻ്റ് അല്ല. നമ്മൾ കുറച്ചധികം മെനക്കെട്ട് പോയിന്. സൈന് കിട്ടാനും അത്യാവശ്യം തന്നെ മെനക്കെട്ടിന്. അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് ചെയ്യാം.